നിക്യ സുനഹദോസിന് 1700 വയസ്സ്. വിശ്വാസ ഏകീകരണത്തിൻ്റെ നാഴികക്കല്ലായ നിക്യ വിശ്വാസ പ്രമാണം തിരുസഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് 1700 വർഷം തികയുകയാണ്. AD 325 റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റീൻ ആഹ്വാനം ചെയ്ത ഈ മഹാസഭ ക്രിസ്തുമതത്തെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏകീകരിക്കാൻ വഴിയൊരുക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ സംബന്ധിച്ച വൈവിധ്യമുള്ള ഉപദേശങ്ങളും അഭിപ്രായങ്ങളും അന്ന് സഭയ്ക്കുള്ളിൽ ഭിന്നത സൃഷ്ടിച്ചിരുന്നു. ഇത്തരം സന്ദർഭത്തിൽ സഭ ഐക്യത്തിനായി കൈക്കൊണ്ട ആദ്യ വിപുലമായ പരിശ്രമമായിരുന്നു നിക്യ സുനഹദോസ്. നിക്യ സുനഹദോസ് ക്രിസ്തുമതത്തെ ഒരൊറ്റ വേദിയിൽ ഒരു സാക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിച്ച ചരിത്രപ്രധാന ഇടപെടലായിരുന്നു. ക്രിസ്തു പിതാവിന് സമാന ദിവ്യത്വം ഉള്ളവൻ എന്ന് പ്രഖ്യാപിച്ച നിക്യ വിശ്വാസ പ്രമാണം ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനത്തോടുകൂടി മുറുകെ പിടിക്കാൻ സഹായിച്ചു. ഈ സുനഹദോസ് സഭയുടെ ഭരണഘടനാ ശൃംഖലയെ സ്ഥിരപ്പെടുത്തുകയും സഭാവ്യവസ്ഥകളും നിരീക്ഷണങ്ങളും ക്രമപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസത്തിൽ ഏകമനസ്സായിരിക്കാൻ സഭയെ ഉണർത്തുകയും ക്രിസ്തുമതത്തിൻ്റെ അന്തർലീന ഐക്യബോധം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. നിക്യ സുനഹദോസ് വെറും ചരിത്ര കഥയല്ല, ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ ശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും സുപ്രധാന അധ്യാപനമാണ്. ഇന്ന് വിശ്വാസപാതയിലൂടെയുള്ള സഞ്ചാരികൾക്ക് ഒരേ ദൈവസാക്ഷ്യത്തിൽ ഏകോപിതരാവാൻ, വൈവിധ്യങ്ങൾ മറികടന്ന് സ്നേഹത്തിലും സത്യത്തിലും അഭിവൃദ്ധി നേടാൻ നിക്യ സുനഹദോസ് പ്രതിബദ്ധതയുടെ മാതൃകയായി മാറുകയാണ്.